ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്റെ കടന്നുപോകലിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ സ്നേഹന്മാരിലേക്ക് അയക്കുമെന്ന വാഗ്ദാനവും പ്രഖ്യാപിക്കുകയാണ്. സുവിശേഷത്തിലെ ഈശോ പറയുകയാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സഹായകന് ലഭിക്കുകയില്ല, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹായകനായിട്ട് ഒരുവനെ ഞാൻ അയക്കുമെന്ന് പറയുകയാണ്. എന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അവരോട് പറയുകയാണ്. അവൻ സത്യത്തെ കുറിച്ച് നിങ്ങൾ അറിയിക്കുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ നയിക്കുകയും ചെയ്യുന്നു പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം അയച്ചു കഴിയുമ്പോൾ നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിച്ചതാണ്. പരിശുദ്ധാത്മാവ് പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആവാസം, നമ്മുടെ ജീവിതത്തിലുള്ള ആവാസം നമ്മൾ ഒന്നുകൂടി ഒന്ന് നവീകരിച്ചതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം അയച്ചു കഴിയുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് കൃത്യമായിട്ട് പറയുകയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും നമ്മൾ ബോധ്യമുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാല് നമ്മൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.